ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇടുക്കിക്കാരുടെ ഫേവറേറ്റ് ഡിഷായ ഇടിയിറച്ചിയാണ്. അപ്പൊ ഇത് ഞാനും നേരത്തെ കൂട്ടിയിട്ടൊന്നുമില്ല. ഇച്ചായന്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കാണ് കൂട്ടിയത്. കൂട്ടി തുടങ്ങിയപ്പോഴത്തേക്കും എനിക്കും ഇഷ്ടമായി. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പൊ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഇതുപോലെയാണ് ആ ഇടിയിറച്ചി ഇരിക്കുന്നത്. ഇതെങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ ബീഫാണ് ഉണക്കുന്നത്. ബീഫ് നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതിന് ശേഷം കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണ് ഇപ്പം ചെയ്യുന്നത്. പണ്ടെന്ന് പറയുന്നത് നമ്മൾ ഭരണ അല്ലെങ്കിൽ ചേരെന്നൊക്കെ പറയും. ഓരോ സ്ഥലത്തേക്കും ഓരോന്നായിരിക്കും പറയുന്നത്. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ അങ്ങോട്ട് ഭരണ എന്നാണ് പറയുന്നത്. അതെന്ന് പറയുന്നത് നമ്മൾ കമുകില്ലേ, അതിന്റെ നന്നായിട്ട് അതിന്റെ ആ ഉള്ളില് ആരെല്ലാം നന്നായിട്ട് ചീകിയിട്ട് നമ്മൾ കയർ കൊണ്ട് കെട്ടി നമ്മൾ അടുപ്പിന്റെ മേലെ ഉണ്ടാക്കി വെക്കുന്നതാണ് ഭരണ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മേലെ നമ്മൾ ഇതിങ്ങനെ വെച്ച് നമ്മൾ പുകയിൽ തന്നെ വെച്ചാണ് ഉണക്കിയെടുക്കുന്നത് പണ്ട് കാലത്ത്. പക്ഷെ ഇപ്പം എന്ന് പറയുന്നത് നമ്മൾ ടെറസിലൊക്കെ വെച്ച് അല്ലെങ്കിൽ വെളിയിലൊക്കെ വെച്ചാണ് ഉണക്കിയെടുക്കുന്നത്. ഇനി നമ്മൾ ആ ഇറച്ചി കഷ്ണങ്ങളൊന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടുവാണ്. ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഞാൻ ഇത് മിക്സിയുടെ ജാറിലായിട്ട് ഒന്നിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഇത് ചെയ്യേണ്ടത് ഇടികല്ലെ വെച്ചോ നന്നായിട്ടൊന്ന് ഇടിച്ചാണ് എടുക്കേണ്ടത്. അപ്പം ഇടികല്ലെ വെച്ച് ഇടിച്ചെടുക്കുമ്പോൾ വലിയ ഇടികളിലേക്കാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല. പക്ഷെ എൻ്റെ ഉള്ളത് ചെറുതായതുകൊണ്ട് കുറേ നേരം എടുക്കാം. അതൊരു വലിയ ടാസ്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ തവണ വിചാരിച്ചെന്നാൽ പിന്നെ ഈ തവണ നമുക്ക് മിക്സിയിൽ ഒന്ന് ഇട്ടേക്കുന്നു. അപ്പം നമ്മൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം നമ്മൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ 1 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്ക് ആ ഇറച്ചിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സോക്കായിട്ട് നല്ല ഒരു ഇച്ചിരിയും കൂടി ഒരു സോഫ്റ്റ് ആകും. ഈ സോക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. മെയിനായിട്ട് നമുക്ക് ഇതിന് വേണ്ട ഒരു സാധനമാണ് ചെറിയുള്ളി. ഏകദേശം ഒരു 20ഓളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളിക്കകത്ത് തന്നെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സവോള എടുക്കാം. ചെറിയുള്ളി ഞാൻ ഇതുപോലെ ഒന്ന് നീളത്തിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വട്ടത്തിൽ വേണേ എങ്ങനെയാണോ അരിഞ്ഞെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. ഞാനൊരു 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് നമുക്ക് കൂടുതൽ പൊടികളൊന്നും വേണ്ട. എല്ലാം ഒരു ഇച്ചിരി മാത്രം മതി കേട്ടോ. അത് ഞാൻ ചേർക്കുന്ന സമയത്ത് കാണിക്കാം എന്തൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന്. ഇപ്പൊ നമ്മൾ ഇറച്ചി സോക്ക് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂറായിട്ടോ. ഇപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലെ വെള്ളം മൊത്തം ഒന്ന് ഊറ്റിക്കളയാവേ. ഇതുപോലെ വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ ഇറച്ചി ഇട്ട് കൊടുക്കുകയാണ്. അത് ഒത്തിരി അങ്ങ് ഇട്ട് കൊടുക്കണം. ബ്ലേഡിന്റെ മേലെ നിൽക്കത്തക്ക രീതിയിൽ മാത്രം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറ് അടച്ചിട്ട് നമ്മൾ റിവേഴ്സ് സൈഡിൽ പൾസ് ചെയ്തെടുക്കില്ല, അതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മാത്രം മതിയേ. ഒത്തിരി അങ്ങ് ഫൈനായിട്ട് അരച്ചെടുക്കണ്ട. ഇനി അതിനകത്ത് എന്തെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്തെടുക്കുമ്പോഴും വലിയ കഷ്ണം ഉണ്ടെങ്കിൽ ഒന്ന് കത്തി കൊണ്ടൊന്ന് മുറിച്ചു കൊടുത്താൽ മാത്രം മതി. ഇപ്പൊ നമ്മൾ ആ ഇറച്ചി ഒന്ന് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് വലിയ കഷ്ണങ്ങൾ കിടക്കുന്നുണ്ട്, അത് കുഴപ്പമില്ല. നമ്മളത് കൈകൊണ്ട് ഇങ്ങനെ പറ്റുമെങ്കിൽ ഇതുപോലെ ചെയ്യുക. കിള്ളിയിട്ട് പറ്റിയില്ലെങ്കിൽ നമ്മളൊരു കത്തി ഉപയോഗിച്ചൊന്ന് മുറിച്ചിട്ട് കൊടുത്താലും മതിയേ. കത്തി വെച്ച് മുറിക്കോ അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡെ വെച്ച് മുറിച്ചോ, അത് നിങ്ങളുടെ സൗകര്യം. ഞാൻ ആദ്യമേ കയ്യുറ ഇല്ലാതെ ഒന്ന് മുറിച്ചപ്പം കൈ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മുറിഞ്ഞായിരുന്നു കേട്ടോ. കത്തിക്ക് നല്ല മുറിച്ച, അല്ലെങ്കിൽ മുറിയല. പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ കൈ മുറിയും. സാധനം മുറിഞ്ഞില്ലെങ്കിലും കൈ മുറിയും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ കട്ടിംഗ് ബോർഡെ വെച്ച് ചെയ്തോ അല്ലെങ്കിൽ കയ്യുറി ഇട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ. കൈ മുറിഞ്ഞതിന് ശേഷമാണ് ഞാൻ കയ്യുറി ഉപയോഗിച്ചത്. അപ്പം ഈ സെയിം രീതിയിൽ തന്നെ നമുക്ക് ബാലൻസ് ഇരിക്കുന്ന ബീഫും ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരാവേ. നമുക്ക് നെയ്യൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ നമുക്കത് മിക്സിയുടെ ജാറിൽ നമ്മളൊന്ന് റിവേഴ്സ് സൈഡിൽ വെച്ചൊന്ന് ക്രഷ് ചെയ്യുമ്പോൾ നല്ല തരങ്ങോടെ തന്നെ കിട്ടും കേട്ടോ. നെയ്യൊക്കെ ഉണ്ടെങ്കിലാണ് അതങ്ങ് ഇച്ചിരി കട്ടിയായിട്ട് കിടക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ മൊത്തത്തിൽ എല്ലാ ബീഫും നന്നായിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഇത് ഇടികല്ലെ വെച്ച് ഇടിച്ചിട്ട് നമ്മൾ ഈ ഒരു സെയിം രീതിയിൽ നമ്മൾ മുറിച്ചെടുക്കുകയോ അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡ് വെച്ചൊന്ന് കട്ട് ചെയ്താണ് എടുക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ തവണ ചെയ്തേക്കുന്നത് മിക്സിയിൽ വെച്ചാന്ന് മാത്രം. ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വേറെ ഒത്തിരി താമസമൊന്നുമില്ല. നമ്മളപ്പോൾ ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പാത്രം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണയിലും ഈ ചെറിയുള്ളിക്കകത്ത് ഉണ്ടാക്കുമ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ് നന്നായിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പൊ നമ്മളൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്.
എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ്. ഇതിന് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒന്നും ആവശ്യമില്ല. ഈ ചെറിയുള്ളിയും കറിവേപ്പിലയും കുറച്ച് പൊടികൾ, കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടി, ഇതിന് മെയിനായിട്ട് നിൽക്കുന്നത് കുരുമുളക് പൊടിയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചെറിയുള്ളി അങ്ങ് ചേർത്ത് കൊടുത്തിട്ട്, ഇനി നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സവാള ചേർക്കാം. അപ്പോഴത്തേക്കും നമ്മളിപ്പോൾ ചെറിയുള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കുന്നത്. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ്. ഇതുപോലെ ചെറിയുള്ളിയുടെ കളർ ഒന്ന് ലൈറ്റായിട്ട് മാറുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ആദ്യമേ 1 ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് അവസാനം എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടെ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ പൊടികളെല്ലാം ചേർത്തിട്ട് അതിൻ്റെ പച്ചച്ചൊവയൊന്ന് മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പം പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ട് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ഇടിച്ചു വെച്ചേക്കുന്ന ഇടിയിറച്ചി മൊത്തവും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ആ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഈ എന്താ പറയുന്നത്, ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എണ്ണയ്ക്ക് എന്തെങ്കിലും കുറവ് തോന്നുവാണെങ്കിൽ കുറച്ച് ലേശവും കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആദ്യമേ തന്നെ ഒഴിച്ചു കൊടുക്കണ്ട. ഇതുപോലെ ഇറച്ചി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം മാത്രം നമ്മൾ വേണമെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ആ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പം കുറച്ചൊരു എണ്ണയ്ക്കൊരു കുറവ് തോന്നിയത് കൊണ്ട് ഞാൻ ലേശം എണ്ണയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഇറച്ചി ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആകുന്നിടം വരെ നമ്മളൊന്ന് കുക്ക് ചെയ്യുകയാണ്. ലോ ഫ്ലെയിമിൽ വെച്ച് ഇനി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പം പെട്ടെന്ന് തന്നെയാകും കേട്ടോ. ഇനിയൊന്ന് പറയുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഇതിന് ഇറച്ചിക്ക് ഓൾറെഡി ഉപ്പിട്ടേക്കുന്ന, എന്നാലും നമ്മൾ ഉപ്പുണ്ടോ ടേസ്റ്റ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി, എരിവുണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ ഇത് ചൂടാകുന്ന സമയം തൊട്ട് കഴിച്ചു തുടങ്ങും. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ക്വാണ്ടിറ്റി ഒത്തിരി കുറവായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ ഈ സമയത്താണ് ഞാനിപ്പോൾ ഇച്ചിരി ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് ലേശം കുറവ് തോന്നിയപ്പോൾ ഞാൻ ലേശം ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുത്തോട്ടെ. അപ്പം നമ്മൾ ലാസ്റ്റ് മൊമെൻറ്റിൽ ഇട്ട് കൊടുത്താൽ മതി ഉപ്പൊക്കെ. ആദ്യമേ ഉപ്പ് ചേർക്കേണ്ട, കാരണം നമ്മൾ ഓൾറെഡി ഇറച്ചിയിൽ ഉപ്പ് ചേർത്താണ് ഉണങ്ങുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ചേർത്താൽ മതി എന്ന് പറയുന്നത് കേട്ടോ. പക്ഷെ ഇതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചോറൊന്നും വേണ്ട, ഇത് ഇച്ചിരി എടുക്കുക, കടിച്ച് തിന്നുക. ഇതങ്ങാ ചവച്ച് അതിൻ്റെ സത്തെല്ലാം വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇതുവരെയായിട്ടും ഈ ഒരു രീതിയിലൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ, ഇടുക്കിക്കാർക്കും ഇപ്പം എല്ലാവർക്കും തന്നെ അറിയാതിരിക്കാം, എന്തെങ്കിലും നിങ്ങൾ ഇതുപോലെ ഇതുവരെയായിട്ടും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ, ഇടിയിറച്ചി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇനി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരു തവണ കഴിച്ചാൽ നിങ്ങൾ പറയും പിന്നെയും വേണമെന്ന് കേട്ടോ. ഇപ്പം നമ്മൾ ലാസ്റ്റായി നമ്മുടെ ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി, ഇതൊന്നും ഇങ്ങനെ ഇടേണ്ട കാര്യമില്ല. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടാണ് കുറച്ച് കറിവേപ്പിലേക്ക് അങ്ങ് ഇട്ടുന്നുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ ഇത്രയും കറിവേപ്പിലൊന്നും വാരി വലിച്ചിരുന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. ബീഫൊക്കെ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒത്തിരി എരിവ് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ ചേർത്തത് കേട്ടോ. കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് ചൂടായി വന്നാൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി ഇടിയിറച്ചി റെഡിയാണ്. കുരുമുളക് പൊടിയൊക്കെ ചേർക്കുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഇടിയിറച്ചിക്ക് നല്ലൊരു പ്രത്യേക സ്മെല്ലാണ്. നമുക്ക് എന്താ പറയുന്നത്, ചുമ്മാ എടുത്ത് കഴിക്കാൻ തോന്നും കേട്ടോ. അത്രയ്ക്കും നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മുടെ അടിപൊളി ഇടിയിറച്ചി റെഡിയായി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇടിയിറച്ചിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പാത്രം ചോറ് എങ്ങനെയാ കാലിയാകുന്നതെന്ന് ഒരു ഐഡിയയും കാണില്ല കേട്ടോ. അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ഇടിച്ച് കാണണേ. കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.